പഴയ ലാലങ്കിളിൻ്റെ ഒക്കെ ഒരു ബോഡി ലാംഗ്വേജിൻ്റെ അതേ താളമുള്ളൊരു അപ്പുനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പറ്റുമെന്നും അറിയില്ല. ക്യാമറ ഓൺ ആക്കണ മുമ്പ് വരെ ഇപ്പം ധ്യാനും ബേസിലും രണ്ടുപേരാണ് മെയിൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും ചിരിയും കോമഡിയും ആയിരിക്കും. പക്ഷെ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഇവർ എങ്ങനെ ഇവിടെ പോയി നിന്ന് ക്യാരക്ടറിലാവണമെന്ന് ഞാൻ പല വിധത്തിൽ ആലോചിച്ചിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് പറയും, സാർ ഫോക്കസ് എടുക്കാൻ പറ്റുന്നില്ല സാർ എന്ന് പറയും. ഇവന്മാർ ഫ്രെയിമിൽ വന്നിട്ട് ഒരു സ്ഥലത്ത് നിൽക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും ചിരിയും കൗണ്ടറുമായിട്ട്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ആദ്യകാലത്തുള്ള സിനിമകളൊക്കെ എനിക്കിഷ്ടമുള്ള സിനിമകൾ തന്നെയാണ്. പക്ഷേ എനിക്ക് അതിൽ എന്നെ കാണാൻ ഭയങ്കര പ്രയാസമാണ്. ആ ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ധ്യാന് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് അച്ഛനെ പോലെ ഭയങ്കര റിസംബ്ലൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കെട്ടിപ്പിടിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ധ്യാൻ അടിപൊളിയായിട്ടുണ്ടെന്ന്. അതാണ് അപ്പുവിൻ്റെ ഫസ്റ്റ് കമൻറ്റ്. രാജു ആ ടോർച്ചുമായിട്ട് മുന്നിൽ പോയി കഴിഞ്ഞാൽ അതുപോലെയുള്ള ടോർച്ചുമായിട്ട് പിന്നാലെ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. ഒരു ലീഡറാണ് രാജു. ലാലേട്ടൻ ശ്രീനിയങ്ങൾ കോമ്പിനേഷൻ വരെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വേറെ ആർക്കും കൊടുക്കത്തില്ല. ഹാപ്പി ടു മീറ്റ് യിൽ നമുക്കൊപ്പം വിനീത് ശ്രീനിവാസൻ, വിശാഖ് സുബ്രഹ്മണ്യൻ. നമസ്കാരം. നമസ്കാരം. ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ റിലീസിന് ഒരുങ്ങുമ്പോൾ ശരിക്കും അത് വർഷങ്ങൾക്ക് ശേഷമുള്ള നിങ്ങൾ വിനീത് ശ്രീനിവാസൻ്റെയും കൂട്ടുകാരുടെയും ഒരു ഒത്തുചേരലിൻ്റെ അവസരം നൽകിയൊരു സിനിമ തന്നെയല്ലേ? ഈ സിനിമയുടെ മൊത്തം ഷൂട്ടും ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആ രീതിയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്ത സിനിമകളിലൊന്നായിരിക്കും വർഷങ്ങൾക്ക് ശേഷം. ഹൃദയവും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ്, തട്ടവും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൽ ഇവരെല്ലാവരും വന്നല്ലോ. പിന്നെ ഇവനുണ്ട്, ധ്യാനുണ്ട്, അജു ഉണ്ട്, ബേസിലുണ്ട്, പിന്നെ നീരജുണ്ട്, കല്യാണിയുണ്ട്, അപ്പു ഉണ്ട്, പിന്നെ അശ്വത്തുണ്ട്, കലേഷുണ്ട്. നമ്മുടെ കൂടെ പല സിനിമകളിലായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് വന്നപ്പോൾ അതൊരു ഭയങ്കര ഇനി ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പറ്റുമെന്നും അറിയില്ല. കാരണം ഇത്രയും പേര് ഒരുമിച്ച് കിട്ടുക, ഇവർക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് കഥയിലുണ്ടാകുക, ഇതൊക്കെ ഭയങ്കര റെയറായിട്ട് സംഭവിക്കുന്നതാണല്ലോ. അപ്പോൾ ആ രീതിയിൽ വെരി വെരി സ്പെഷ്യൽ. ശരിക്കും ഭയങ്കര വൈബിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് വരുമ്പം ഈ സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ച് കൂടുമ്പോൾ ഇവരുടെ കൗണ്ടറുകളൊക്കെ സംഭവിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി ഇവരെ ഇങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോലെ. ഇല്ല, ഫസ്റ്റ് എൻ്റെ അടുത്ത് ഇത് പറയുന്നത് നമ്മുടെ ഒരു 3 months ബാക്ക് അല്ല, 3 months അല്ല, ഒരു ലാസ്റ്റ് മാർച്ചിലാണ് വിനീത് ഈ സ്റ്റോറി പറഞ്ഞത്. അപ്പോൾ സ്റ്റോറി ഇപ്പോൾ കാസ്റ്റ് ഒന്നും അങ്ങനെ റഫ് ഐഡിയ നമുക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മൊത്തത്തിൽ സ്റ്റോറി ഫിക്സ് ചെയ്തിട്ട് പിന്നെ ഇത് സ്റ്റാർ കാസ്റ്റ് വന്നപ്പം എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം എല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് വിളിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഡേറ്റ്സ് ഇഷ്യൂ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ ചാട്ടിങ്ങോ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നമുക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ഒരു കംഫർട്ട് ലെവലുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ടെൻഷൻ സ്റ്റാർ കാസ്റ്റിൽ വന്നിട്ടില്ല. ശരിക്കും വിനീത് ശ്രീനിവാസൻ സിനിമ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സുഹൃത്തുക്കൾ കൂടി അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഡേറ്റ് കിട്ടുക, കാരണം ഇവരൊക്കെ ഒരു വലിയ സിനിമകളുടെ ഭാഗമാകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഡേറ്റ് എല്ലാവരും ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ഭയങ്കര എളുപ്പത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അല്ല, അത് ഞങ്ങൾ രണ്ടുപേരുമായിട്ടുള്ളൊരു അടുപ്പം ഇവർക്കുള്ളത് കൊണ്ട് എല്ലാവരും അവരുടെ ഡയറക്ടേഴ്സ് അടക്കം നമ്മളുമായിട്ട് അവർ മറ്റു പടങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ടേഴ്സ് അടക്കം നമ്മളോട് സഹകരിച്ചിട്ട് ഓക്കെ നമുക്ക് ഇന്ന ഡേറ്റ്സാണ് വേണ്ടത് എന്നിട്ട് അവരതിനനുസരിച്ചിട്ട് അത് നമ്മളും പല സമയത്ത് പല ആൾക്കാരുടെയും സിനിമകൾ നടക്കുമ്പോൾ ഇവർക്ക് ഓക്കെ നമ്മുടെ ഒരു ഡേറ്റിന് ഇവരാരെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്കും ഇങ്ങോട്ടും ഇപ്രാവശ്യം ആ ഹെൽപ്പ് കിട്ടി. തുടർച്ചയായി വിനീത് ശ്രീനിവാസനൊപ്പം ധ്യാൻ ശ്രീനിവാസനൊക്കെ സിനിമ ഒപ്പം ചെയ്യുമ്പം അതിൻ്റെയൊക്കെ ഒരു ബേസ് ഉണ്ടാവുന്നത് ഈ സൗഹൃദത്തിൽ നിന്ന് തന്നെ അല്ലേ? എക്സാക്ട്ലി. കാരണം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കംഫർട്ട് സോണ്. ഇപ്പം എൻ്റെ ഫസ്റ്റ് മൂവി ആണെങ്കിലും സെക്കൻഡ് മൂവി ആണെങ്കിലും ഇപ്പോൾ വിനീതിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം ഞാൻ ആദ്യത്തെ പടത്തിൽ വിനീതിൻ്റെ പാറ്റേൺ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് സംസാരിക്കണ പോലൊരു കമ്മ്യൂണിക്കേഷനൊക്കെ ആയിരുന്നു. പിന്നെ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഒരു സെറ്റിൽ പോകുമ്പോൾ വിനീത് എങ്ങനെയാണ് വർക്ക് ചെയ്യണം, വിനീതിൻ്റെ രീതി എന്താ, ഇപ്പോൾ വിനീതിന് എന്താ ഇഷ്ടം, എങ്ങനത്തെ ടൈമിംഗ് ആണെന്നെല്ലാം ഫസ്റ്റ് പടത്തിൽ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ എനിക്ക് എക്സിക്യൂഷൻ എളുപ്പമായിരുന്നു. ഞാൻ ഏത് സമയത്താണ് ഒരു സംശയം ചോദിക്കേണ്ടത്, എപ്പോഴാണ് ഒരു കാര്യം നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ്, അത് ഇൻ ബിറ്റ്വീൻ ഷൂട്ടല്ല, പ്രീ പ്രൊഡക്ഷൻ സമയത്ത്, ഷൂട്ട് കഴിഞ്ഞാൽ രാത്രി റൂമിൽ വന്നിട്ട് ബാക്കി ഡിസ്കഷൻ നടക്കാം. ഇതെല്ലാം ആയിരുന്നു നമ്മുടെ മെയിനായിട്ട് നടന്ന ചർച്ച. അത് ഭയങ്കര എനിക്കൊരു കംഫർട്ട് ലെവലിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വിനീത് ശ്രീനിവാസൻ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കുന്നതും തിര എന്ന സിനിമയ്ക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്നു എന്നുള്ളൊരു കൗതുകവും കൂടെ ഈ സിനിമയ്ക്കുണ്ട്. ഈ ഓരോ വർഷം കഴിയുമ്പോഴും ധ്യാൻ എന്ന വ്യക്തിയിലും ധ്യാൻ എന്ന ആക്ടറിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഇപ്പം ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ, തടിയൊക്കെ കുറയ്ക്കാനുള്ളൊരു വലിയ എഫേർട്ട്, ആ എഫേർട്ടുകളെയൊക്കെ എങ്ങനെയാണ് വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകൻ വ്യക്തി കാണുന്നത്? ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ധ്യാൻ ശരിക്കും
നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ കഴിഞ്ഞപ്പോഴേക്കും അവൻ വീണ്ടും ബാക്ക് ടു നോർമൽ. പക്ഷേ ഇപ്പോൾ പഴയതിനേക്കാൾ തടി കുറഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ സിനിമ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ ഫിസിക്ക് ഓൾമോസ്റ്റ് നമ്മൾ തിരയിൽ കാണുന്ന ഒരു ബോഡിയിലേക്ക് എത്തിയിരുന്നു. അപ്പം നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതങ്ങനെ കീപ്പ് ചെയ്തൂടെ, ഒന്നും കുഴപ്പമില്ല, ഇനി ഇതുപോലൊരു സിനിമ വരുമ്പോൾ ചെയ്താൽ മതിയല്ലോ. എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്, ഏതെങ്കിലും ഒരു ഡയറക്ടർ ഇങ്ങനെ ക്യാരക്ടറിന് വേണ്ടി ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ചെയ്താൽ മതിയല്ലോ. പ്രണവ് മോഹൻലാൽ എന്നുള്ള വ്യക്തി ആ ഓരോ സിനിമ കഴിയുമ്പോഴും ഇങ്ങനെ അഭിനയത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് മാറുന്നതായി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഹൃദയം എന്ന് പറഞ്ഞ സിനിമ എടുക്കുമ്പം, വിനീതേട്ടൻ്റെ തന്നെ സിനിമ എടുക്കുമ്പം അതിനകത്ത് ശരിക്കും കൃത്യമായി പ്രണവ് മോഹൻലാലിൻ്റെ ആക്ടിങ് സ്കില്ലിനെ കൃത്യമായി എടുത്ത ഉപയോഗിച്ച ഒരു ഡയറക്ടറായി കൂടി വിനീത് ശ്രീനിവാസനെ പറയുന്നുണ്ട്. ഒരു പ്രണവ് മോഹൻലാൽ ഫാക്ടർ എന്താണ് ശരിക്കും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ? അല്ല, അങ്ങനെയല്ല. അത് ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ വിത്ത് പ്രാക്ടീസ് ഇമ്പ്രൂവ് ചെയ്യുന്നൊരു സംഗതിയാണ്. ഇപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ആ സിനിമകൾ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ആദ്യകാലത്തുള്ള സിനിമകളൊക്കെ എനിക്കിഷ്ടമുള്ള സിനിമകൾ തന്നെയാണ്. പക്ഷേ എനിക്ക് അതിൽ എന്നെ കാണാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ അധികം കാണാറില്ല. ഞാൻ ഇരുന്നിട്ട് എൻ്റെ പണ്ട് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ, അഭിനയിച്ച സിനിമകളൊക്കെ മുഴുവനായിട്ടിരുന്ന് കാണാറില്ല. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തിട്ടാണ് ഇതിങ്ങനെ എനിക്ക് ആദ്യമായിട്ട് എന്നെ സ്ക്രീനിൽ കണ്ടിട്ട് ഈ പരിപാടി ചെയ്യാം, ഇനി കണ്ടിന്യൂ ചെയ്യാമെന്ന് തോന്നിയത് ഓം ശാന്തി ഓശാന കണ്ടപ്പോഴാണ്. അതിനു മുമ്പൊക്കെ എനിക്ക് സ്ക്രീനിൽ എന്നെ കാണുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാക്ടീസ് നമുക്ക് എത്ര കൂടുതൽ കിട്ടുന്നോ അത്രയും നമ്മുടെ സ്കില്ല്, ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, ഈ ക്യാമറ എന്ന് പറയുന്ന സാധനം നമ്മൾ അടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആ ഒരു കോൺഷ്യസ്നെസ്, ഇതൊക്കെ മാറി വരും. അപ്പോഴാണ് ഉള്ളിലുള്ള നമ്മുടെ സംഗതികളൊക്കെ പുറത്തേക്ക് വരിക. അപ്പോൾ അപ്പൂന് എൻ്റെ സിനിമയിൽ ഹൃദയത്തിൽ അഭിനയിക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് അഭിനയിച്ച 3 സിനിമകളുടെ ഒരു എക്സ്പീരിയൻസുമായിട്ടാണ് അപ്പു വരുന്നത്. ആദ്യം ജിത്തുചേട്ടൻ്റെ കൂടെ അഭിനയിച്ചു, പിന്നെ അരുണിൻ്റെ പടത്തിൽ അഭിനയിച്ചു, പിന്നെ മരക്കാറിൽ അഭിനയിച്ചു. മരക്കാറുടെ പ്രിയനങ്ങളുടെ കൂടെ അഭിനയിച്ചതിന് ശേഷമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുമ്പോഴേക്കും കുറച്ചുകൂടെ എന്താ പറയുക, ആ 3 സിനിമയുടെ എക്സ്പീരിയൻസുമായിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ അതിലുള്ള ക്യാരക്ടറാണെങ്കിലും അപ്പൂൻ്റെ ബോഡി ലാംഗ്വേജിന് കറക്റ്റായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു എൻ്റെ സിനിമയിലുണ്ടായിരുന്നത്. അപ്പോൾ അത് വളരെ നാച്ചുറലായിട്ട് അവന് ചെയ്യാൻ പറ്റി. ഞാൻ അധികമൊന്നും അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ വായിക്കുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എനിക്കുള്ള ഒരു മെയിൻ ഉറപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഇളകി ചെയ്യേണ്ട കുറേ സീനുകളുണ്ട്. അപ്പോൾ അത് അപ്പു ചെയ്യുന്ന എനിക്ക് തോന്നാൻ കാര്യം, ഞാൻ ഹൃദയത്തിൻ്റെ ടൈമിൽ കുറേ സമയം അപ്പൂൻ്റെ കൂടെ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ശരിക്കും ക്ലോസ് ആകുമ്പോൾ അപ്പു വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരാളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ പുറമേ കാണുന്ന അപ്പു അല്ലാതെ ഭയങ്കര ലൂസായിട്ട് പഴയ ലാലങ്ങളിൻ്റെയൊക്കെ ഒരു ബോഡി ലാംഗ്വേജിൻ്റെ അതേ താളമുള്ളൊരു അപ്പുനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അപ്പൂന് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമയിൽ വന്നപ്പോൾ ആ രീതിയിലൊരു ഫ്ലെക്സിബിലിറ്റി ബോഡിയിലുള്ള രീതിയിൽ അവനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ യുവതാരങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ശരിക്കും അവരിലൊക്കെ ഒരു മോഹൻലാലിസം ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പം ഈ പ്രണവ് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതമായ മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ ഒരു മോഹൻലാലിസം ശരിക്കും പ്രണവിലും അത് വല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. അത് ഭയങ്കര കൗതുകത്തോടെ ആയിരിക്കില്ല ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും നിങ്ങൾ രണ്ടുപേരും അത് കണ്ടു നിന്നിട്ടുണ്ടാവുക. നമ്മൾ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇത് കാണുന്ന ആൾക്കാർ ഇപ്പോൾ കമൻസിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, സ്വന്തം നിലയിൽ വേണം അത് ചെയ്യാൻ, ഒരു കലാകാരൻ അങ്ങനെ ഇമിറ്റേഷൻ പാടില്ല, ഇത് ഇമിറ്റേഷനോ സ്വന്തം നിലയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ എക്സാജറേറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അത് വേറെ രീതിയിലാവുകയുള്ളൂ. അവൻ്റെ ബോഡിയിൽ നാച്ചുറലി വരുന്നൊരു സാധനമായത് അതുണ്ട്. ഇപ്പം എനിക്ക് ചില സിനിമകളിൽ ഇപ്പം മുകുന്ദൻ ഉണ്ണിയൊക്കെ ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് തന്നെ അച്ഛനുമായിട്ട് ഭയങ്കര റിസംബ്ലൻസ് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഫേസും മീശ മാത്രം വെച്ചിട്ടുള്ള ഒരു ലുക്കിലൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അതുപോലെ ഈ പടത്തിൽ വർഷങ്ങൾക്ക് ശേഷത്തിൽ സെക്കൻഡ് ഹാഫിൽ ഉള്ള ധ്യാൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ധ്യാന് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് അച്ഛനെ പോലെ ഭയങ്കര റിസംബ്ലൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ലുക്ക് വൈസ് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ചായ ഉണ്ടാവുമല്ലോ, അത് കയറി വരും. അത് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര അൺനാച്ചുറലായിട്ട് തോന്നും. അത് നാച്ചുറലി വരുന്നത് വന്നോട്ടെ, അത്രേ ഞാൻ പറയുള്ളൂ.
പൃഥ്വിരാജ് ഇടയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്, മോഹൻലാലിനോട് ലാലേട്ടനോട് ഒരല്പം കൂടി ഷോൾഡർ ചെരിക്കാവോ എന്നൊക്കെ ചോദിച്ചത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പ്രണവിനോട് അത്തരത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പറയാൻ തോന്നിയിട്ടുണ്ടോ വിനീതേട്ടന്? ഇല്ലില്ല, നമ്മൾ തോള് ചിരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ഒരു തവണ മീശ പിരിക്കാൻ പറഞ്ഞു. പിന്നെ ആ ക്യാരക്ടർ അത്യാവശ്യം മദ്യപിക്കുന്ന ആളായതുകൊണ്ട് അയാളുടെ ഇൻട്രൊഡക്ഷനിൽ 2 കുപ്പി ഒരുമിച്ച് ഒരുമിച്ച് മദ്യപിക്കുന്ന പോലെ ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു. അത് ലാലങ്ങൾ ചെയ്തിട്ടുണ്ട്. പല സാധനങ്ങളും ലാലങ്ങൾ മുമ്പ് പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്യാത്തൊരു കാര്യം ചെയ്യിപ്പിക്കാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ ഒരു ജുബ്ബ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമലതളാന്ന് തോന്നും, അല്ലെങ്കിൽ വേറൊരു കോസ്റ്റ്യൂം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സംഗതിയാന്ന് തോന്നും. അത്രയും പടങ്ങൾ അവർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ആക്ച്വലി അപ്പൂന് ജുബ്ബ കൊടുത്തത് മുരളിച്ചേട്ടനുണ്ടല്ലോ, നമ്മുടെ ചമ്പക്കുളം ദർശനിലൊക്കെ മുരളിച്ചേട്ടൻ എന്നാണ് ഇടയ്ക്ക് ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ പറയുമ്പോൾ മുരളിച്ചേട്ടൻ എന്ന് പറയാൻ തോന്നുന്നു. ഞാൻ മുരളിയങ്കിൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മുരളിയങ്കിളിനെ ഞാൻ ആദ്യം കാണുന്നത് ചമ്പക്കുളം ദച്ചൻ്റെ സമയത്ത് അച്ഛൻ റെയ്ബാൻ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഒരു ജുബ്ബയും മുണ്ടും ഇട്ടിട്ട് കവിതയും ചൊല്ലിയിട്ട് ഒരു തോൾസഞ്ചിയും ഇട്ടിട്ട് വരുന്ന മുരളിയങ്കളുടെ ഒരു ഇമേജ് എൻ്റെ മൈൻഡിലുണ്ട്. അതേ ലുക്കാണ് അപ്പൂന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പക്ഷേ അപ്പു അത് ഇട്ടിട്ട് വരുന്ന കാണുമ്പോൾ നമുക്ക് പഴയ ലാലങ്ങൾ വരുന്ന പോലെ തോന്നും. ഈ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തായിട്ട് വന്ന ഒരു വലിയ കമൻറ്റാണ്, ഈ സിനിമേൻ്റെ ട്രെയിലർ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് മോഹൻലാൽ ശ്രീനിവാസൻ സിനിമയാണോ, അവരുടെ ജീവിതം പറയുന്ന സിനിമയാണോ, ശങ്കറിനെ പോലെയൊക്കെ ഈ ഇതിലെ ചില കഥാപാത്രങ്ങളെ കാണുന്നു. ഇപ്പോൾ ബേസിലിനെ കാണുമ്പോൾ അത് വിനീത് ശ്രീനിവാസനാണെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരിങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട്, ഒരുപാട് പേരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ ജീവിതം അത്തരത്തിലുള്ളൊരു സിനിമ തന്നെയാണോ വർഷങ്ങൾക്ക് ശേഷം? ചിലപ്പോൾ ഇത് സിനിമ കാണുമ്പോൾ അവർക്ക് വേറെ റിസംബ്ലൻസ് ആയിരിക്കും തോന്നുന്നുണ്ടാകുക പലരുമായിട്ടും. ഇപ്പം നമ്മൾ പ്രൊമോഷൻ മെറ്റീരിയൽസ് വിട്ടത് വെച്ചിട്ടാണല്ലോ ആൾക്കാർ അത് പറയുന്നത്. അപ്പോൾ സിനിമ കാണുമ്പോൾ എസ്പെഷ്യലി പഴയ മദ്രാസ് കഥകളൊക്കെ അറിയുന്ന ആൾക്കാർ അതിലുള്ള പല ഇൻസിഡൻസും ഇങ്ങനെ കാണുമ്പോൾ ഇത് ഇന്നയാളും തമ്മിൽ നടന്നിട്ടുള്ളതാണ്, ഇത് ഇയാളായിരിക്കാം, ഇയാളുടെ ഇൻസ്പിറേഷനിലായിരിക്കും ഇത് എഴുതിയിട്ടുണ്ടാകുക, ഇയാളുടെ ഇൻസ്പിറേഷനിലായിരിക്കും ഈ ക്യാരക്ടർ വന്നിട്ടുണ്ടാകുക, അങ്ങനെയൊക്കെയുള്ളൊരു തോട്ട് പോകുമായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ അത് ഓരോരുത്തരും കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ പോയി സ്ട്രഗിൾ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഈ സിനിമ കാണുമല്ലോ. അപ്പോൾ അവരെന്താണ് പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ബേസിലും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ ഉള്ളൊരു വൈബ്, അല്ലെങ്കിൽ ഇവരൊക്കെ പരസ്പരം നിങ്ങൾ സൗഹൃദത്തിൽ പരസ്പരം കൊണ്ടുവെക്കുന്ന ഒരു വൈബുണ്ട്. ആ വൈബ് സിനിമയുടെ സമയത്തും ലൊക്കേഷൻ സമയത്തും ഒരുപാട് കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷികളുടെ അവസരങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? ഓഫ് ക്യാമറ ഇതേ ഉണ്ടായിരുന്നു. ഇതിന്റെ ഡബിളാണ് ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്യാനുള്ള ഞങ്ങളുടെ പ്രയാസം നിങ്ങൾ ആലോചിക്കുമ്പോൾ വിശ പറഞ്ഞു. അതായത് നമ്മളിപ്പോ ക്യാമറ ഓൺ ആക്കണ മുമ്പ് വരെ ഇപ്പൊ ധ്യാനും ബേസിലും രണ്ടുപേരാണ് മെയിൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും ചിരിയും കോമഡിയും ആയിരിക്കും. പക്ഷെ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഇവർ എങ്ങനെ ഇവിടെ പോയി നിന്ന് ക്യാരക്ടറിലാവണമെന്ന് ഞാൻ പല വിധത്തിൽ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഷൂട്ട് കഴിഞ്ഞ് നമ്മളൊരു 10 ദിവസം ഒരു ഷൂട്ട് ഡേയ്സിൽ മൂന്നാറിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു 6 മണി 7 മണിയാകുമ്പം ഷൂട്ട് തീരും. പിന്നെ നമ്മൾ ഫുൾ കോട്ടേജ് എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഷൂട്ടും അവിടെ ആയിരുന്നു. അവിടെ വേറെ ആരെയും താമസിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ റൂം വെക്കിയിട്ട് 2 അടി മാനേജറിന് കൊടുത്തിട്ട് പോത്തോടായിരുന്നു. അത്രയ്ക്ക് ബഹളമായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ നമ്മൾ ഗെയിംസ് ആണെങ്കിലും ഇപ്പോൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഷട്ടില്, ബാഡ്മിൻ്റൺ, ഇതേപോലെ പാട്ട് വെച്ച് ദംഷറാട്സ്, ഇതൊക്കെ ആയിട്ടൊരു 10 days ഒരു ഹോളിഡേ മൂഡായിരുന്നു മൊത്തത്തിൽ. അപ്പം ചില സമയത്ത് ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ വിനീത ഡയറക്ഷൻ, ഞാൻ പ്രൊഡ്യൂസർ എല്ലാം മറക്കും. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള ഒരു റീയൂണിയൻ ആയിരുന്നു അത്. ബേസിൽ ധ്യാൻ കോംബോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊടുക്കൽ വാങ്ങൽ പരിപാടിയുള്ളത്. ഈ സിനിമയ്ക്കിടയിലും ഇത് തന്നെയായിരുന്നു അവരുടെ ഒരു ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തും ഇവർക്കിടയിലുള്ള ഈ കൗണ്ടറുകൾ, ഈ കോംബോ ഭയങ്കര രസമായിരുന്നില്ലേ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ ഫോക്കസ് പുള്ളറെയാണ്. ശങ്കരൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശങ്കരൻ എന്ന് വിളിക്കുന്ന ഒരു ഫോക്കസ് പുള്ളറുണ്ട്. പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് പറയും, സാർ ഫോക്കസ് എടുക്കാൻ പറ്റുന്നില്ല സാർ എന്ന് പറയും. ഇവന്മാർ ഫ്രെയിമിൽ വന്നിട്ട് ഒരു സ്ഥലത്ത് നിൽക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും ചിരിയും കൗണ്ടറുമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കില്ല. അപ്പം ഞാൻ പറയും, ഞാൻ റോൾ ക്യാമറ വിളിക്കാം ശങ്കരണ്ണ, എന്നാലേ ഇവന്മാരെല്ലാവരും ഒരു ഡിസിപ്ലിൻഡ് ആവുള്ളൂ, എന്നിട്ട് നിങ്ങൾ ഓട്ടത്തിൽ പിടിച്ചോ എന്ന് പറയും. അപ്പം നമുക്ക് റിഹേഴ്സലോ അല്ലെങ്കിൽ ഷോട്ടിന് മുമ്പ് ഫ്രെയിമിൽ ക്യാരക്ടേഴ്സ് എവിടെയാണെന്നുള്ളത് പല സമയത്തും കാണാൻ പറ്റില്ല. റോൾ ക്യാമറ വിളിച്ചാലേ ഒരു പൊസിഷൻ നിൽക്കുകയുള്ളൂ. അതുപോലെ ആ ഒരു ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിൽ മാത്രം അനുസരണയുള്ള കുറേ ആൾക്കാരാണ് ഇവർ. എപ്പോഴും ധ്യാൻ ശ്രീനിവാസ് എന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പം നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ധ്യാൻ്റെ ഒരു ജെന്യൂനിറ്റിയാണ്, ധ്യാൻ എല്ലാം തുറന്നു പറയുന്ന വ്യക്തിയാണെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വീട്ടിലുള്ളവരെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ധ്യാൻ ചിലരെക്കുറിച്ചുള്ള തുറന്നു പറച്ചിൽ നടത്തുന്നത്, പ്രണവിൻ്റെ കാര്യം കൂടെ ഉൾപ്പെടുത്തിയാണ്. അത്തരം തുറന്നു പറച്ചിലുകൾ നടത്തുമ്പോൾ അത് മറ്റൊരാൾക്ക് വ്യക്തിപരമായി ഒരു മോശമുണ്ടാകുന്നു, വ്യക്തിപരമായി അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അത്തരത്തിലൊക്കെ ചിന്തിക്കുകയോ എപ്പോഴെങ്കിലും ധ്യാനിനോട് പറയുകയോ ചെയ്തിട്ടുണ്ടോ വിനീതേട്ടാ?
പക്ഷേ അവൻ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു ഭയങ്കര ഒരു സൗഹൃദത്തിൻ്റെ ഒരു സാധനമുണ്ട്. അവൻ സ്നേഹത്തോടു കൂടിയിട്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ അതാണ് അതിൽ കാണേണ്ടത്. അവൻ പറഞ്ഞതിൽ എനിക്കൊരു ഒരു തെറ്റ് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാനും ഇങ്ങനൊരു സാധനം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പടച്ചോനെ ആദ്യം തലേ കൈവയ്ക്കുക ചെയ്ത്. പക്ഷെ പിന്നെ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ അപ്പുവിനോട് ഭയങ്കര സ്നേഹമുണ്ട്. ആ സ്നേഹത്തോടു കൂടിയിട്ടാണ് അവനത് പറഞ്ഞത്. അതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ഷൂട്ടിൻ്റെ സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരിക്കും, ഹാപ്പി ആയിരിക്കും. പക്ഷെ ഷൂട്ട് കഴിഞ്ഞിട്ട് ധ്യാനം ഈ ഡയറ്റും കൺട്രോൾ എല്ലാം ആയതുകൊണ്ട് റൂമിലായിരിക്കും പോയിരിക്കണത്. കാരണം ലിക്വിഡ് ഡയറ്റ് ആയിരിക്കും. പക്ഷെ അപ്പു ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ചിരിച്ച് സംസാരിക്കുമ്പം അപ്പു ആദ്യം ചോദിക്കും എവിടെ ധ്യാനം എന്ന് ചോദിക്കും. അപ്പോൾ ആ റൂമിലായിരിക്കും കിടന്ന് പറയും ഇപ്പോൾ ഉറങ്ങണോ, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പം അപ്പു കോളിംഗ് ബെല്ല് അടിച്ചാൽ നേരെ ധ്യാനം വന്നിട്ട് അപ്പൂടെ കൂടെ ഇരുന്നിട്ടേ പോകത്തുള്ളൂ. വേറെ ആരും വിളിച്ചില്ല, നാളെ കാണാൻ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് നിൽക്കും. അത്രയ്ക്കുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും സ്നേഹവും ഉണ്ട് അവർ തമ്മിൽ. കഴിഞ്ഞ ആഴ്ച അപ്പു വന്ന് സിനിമ കണ്ടു. കണ്ടിട്ട് അപ്പു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കുറേ പേര് ഇരുന്നിട്ട് കണ്ടു. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഉടനെ വന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ധ്യാൻ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് അപ്പുവിൻ്റെ ഫസ്റ്റ് കമൻറ്റ്, അല്ലാതെ വേറൊന്നുമല്ല പറഞ്ഞു. അവൻ ഫസ്റ്റ് പറഞ്ഞത് ധ്യാനിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടു. അത് ഓൺ സ്ക്രീൻ അത് കാണുമ്പോൾ പല സമയത്തും നമുക്കത് ഭയങ്കര ഒരു ഹാർട്ട്, എന്താ പറയുക, ഉള്ളിൽ നിറയുന്നൊരു ഒരു കാഴ്ചയായിരുന്നു. കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അച്ഛന്മാരെ നമ്മൾ ഫ്രെയിമിൽ അങ്ങനെ സ്ക്രീനിൽ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എവിടേക്കോ അവരുടെ റിസംബ്ലൻസ് ഇവർക്കുണ്ട്. അത് ഇതിനെ എപ്പോഴും ആൾക്കാർ വെളിയിൽ നിന്ന് കാണുന്ന പോലെ ഒരു നെപ്പോട്ടിസം ആംഗിൾ അല്ലാതെ കണ്ട ഇതിനൊരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള തലമില്ലേ. അപ്പോൾ അങ്ങനെ നമ്മളത് മോണിറ്ററിൽ കാണുമ്പോൾ നമുക്കത് ഭയങ്കര ഫീലാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു മോഹൻലാലിനെയും അതുപോലെ തന്നെ ശ്രീനിവാസിനെയും ഒരുമിച്ച് സ്ക്രീനിൽ കൊണ്ടുവന്ന് ഡിറക്റ്റഡ് ബൈ വിനീത് ശ്രീനിവാസ് എന്നുള്ളൊരു സിനിമ അതൊരു സ്വപ്നം തന്നെയല്ലേ? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അച്ഛൻ്റെ ഹെൽത്ത് അത് വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ പക്ഷേ അതിലുള്ളൊരു ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു എനർജി എക്സ്ചേഞ്ച് നടത്തിയിട്ടുള്ള സിനിമകളാണ് ആൾക്കാർ കണ്ട് ശീലിച്ചിട്ടുള്ളത്. അത് ഇനി വരുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ സംഭവിക്കുമല്ലോ എന്നുള്ളത് നോക്കാം. അങ്ങനെ ഒരു സിനിമ ഇറങ്ങുവാണെങ്കിൽ തന്നെ അപ്പോഴും വിശാഖ് സുബ്രഹ്മണ്യം തന്നെ ആയിരിക്കില്ലേ അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുണ്ടാവുക? ലാലേട്ടൻ ശ്രീനിയങ്ങൾ കോമ്പിനേഷൻ വരെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വേറെ ആർക്കും കൊടുക്കത്തില്ല. സിനിമേൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അടുത്തിറങ്ങിയ പാട്ട് കണ്ടപ്പോൾ നിവിൻ പോളി കഴിഞ്ഞാടാനുള്ള ഒരു അവസരം തന്നെ വിനീതേട്ടൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. വിനീതേട്ടൻ്റെ പടങ്ങളിൽ അഭിനയിക്കുമ്പം നിവിൻ പോളിക്ക് ഉണ്ടാകുന്നൊരു കംഫർട്ടിനെ കുറിച്ചും നിങ്ങളുടെ ഒരു കോംബോയെക്കുറിച്ചൊക്കെ എപ്പോഴും വിനീതേട്ടൻ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഇതിനകത്തൊരു നിവിൻ പോളി ഫാക്ടർ എന്തായിരിക്കും ഈ സിനിമയിൽ? നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണ്. നമ്മൾ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ്, എനിക്ക് തോന്നുന്നു വടക്കൻ സെൽഫി കഴിഞ്ഞിട്ട് ഞാൻ നിവിനെ അങ്ങനെ ലൂസായിട്ടൊരു സിനിമയിൽ, ഇപ്പോൾ ജേക്കബ് നമ്മൾ ചെയ്യുമ്പോഴും അത് പ്രോപ്പർ ഡ്രാമയാണല്ലോ, അതിൽ ലൈറ്റർ മൊമെൻറ്റ്സ് ഒക്കെ വളരെ കുറവാണ്. വടക്കൻ സെൽഫി കഴിഞ്ഞിട്ട് എനിക്ക് നിവിനെ ആ ഒരു ഫയറിൽ കിട്ടിയത് ഈ പടത്തിലാണ്. അപ്പോൾ അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ബിഹൈൻഡ് ദ സ്ക്രീൻ ഞാനും എൻജോയ് ചെയ്തു, ഓൺ സ്ക്രീൻ അവനും എൻജോയ് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ നിവിൻ അത് ചെയ്യാൻ ഭയങ്കര ഇതിൻ്റെ കഥ കേട്ട് പോയിട്ട് ഒരു ദിവസം തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് നമ്മൾ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ ഇതിൽ, കാരണം നമ്മൾ ചെയ്യാത്തൊരു പരിപാടിയാണ്, അപ്പോൾ ഇത്രയും പുഷ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിവിനെ ഒന്നും ആലോചിക്കണ്ട, നമുക്കങ്ങ് ചാടാം, ബാക്കി നമുക്ക് നോക്കാം പറഞ്ഞു. അപ്പോൾ ഞാനത് പറഞ്ഞതിൻ്റെ ഉറപ്പിലാണ് അവൻ വന്നത് ചെയ്തത്. അപ്പോൾ പക്ഷെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവനത് എല്ലാം വിട്ടിട്ടങ്ങ് ചെയ്തു. എന്താ പറയുക, എൻ്റെ മുമ്പിൽ എൻ്റെ മോണിറ്ററിൽ എപ്പോഴും കിട്ടിയിട്ടുള്ള നിവിനായിട്ട് അവനങ്ങ് ചെയ്തു. ശരിക്കും ഷാൻ റഹ്മാൻ എന്ന മ്യൂസിക് ഡയറക്ടർക്കൊപ്പമാണ് ഏറ്റവും കൂടുതൽ വിനീത് ശ്രീനിവാസൻ്റെ സിനിമകളുടെ സംഗീതത്തിൻ്റെ യാത്ര പോയിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ഹൃദയത്തിലേക്ക് വന്നാൽ മറ്റൊരാളാണ് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ഈ സിനിമയിലും മറ്റൊരാളാണ് സംഗീത സംവിധായകൻ. പക്ഷേ ഈ സിനിമയിൽ മ്യൂസിക്കിനപ്പുറം ഒരു ആക്ടർ ഷാൻ റഹ്മാനെ നമ്മൾ കാണുന്നുണ്ട്. ആക്ടർ ഷാൻ റഹ്മാൻ, മ്യൂസിക് ഡയറക്ടറിനപ്പുറമുള്ളൊരു ഷാൻ റഹ്മാൻ എങ്ങനെയാണ് ഈ സിനിമയിൽ? നമ്മളൊരു സ്റ്റുഡിയോ റൂമിൽ നിന്ന് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നമ്മളിപ്പോൾ ലൈവ് ഷോസാണ്, ഇപ്പോൾ ഷാൻ്റെ ലൈവ് ഷോയിൽ ഞാൻ പാടുന്നുണ്ട്, ചിലപ്പോൾ എൻ്റെ ലൈവ് ഷോയിൽ ഷാൻ വന്ന് ഗസ്റ്റായിട്ട് പെർഫോം ചെയ്യും. നമ്മളിതൊക്കെ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പടത്തിൽ ഷാൻ അഭിനയിച്ചിട്ടുണ്ട്. അടുത്ത
ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം ഷാനാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര സുഖമുള്ളൊരു സ്പേസിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതായത് ഒരു സുഹൃത്താവുമ്പോൾ ഓക്കെ എല്ലാ പടത്തിലും ഞാൻ ഉണ്ടാവും എന്നുള്ളൊരു രീതിയിലുള്ളൊരു തോട്ട് ഷാനിനില്ല. ഒന്നും ഒരു ബേർഡൻ അല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ സൗഹൃദം നിൽക്കുന്നുണ്ട് ഇപ്പോൾ. നെക്സ്റ്റ് പക്ഷേ നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് നമുക്ക് തരാനുണ്ടോ അതിനെക്കുറിച്ച്? എപ്പോൾ തുടങ്ങും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ? ഇല്ല, ആയിട്ടില്ല. ഷാനും ഞാനും വിശാഖുമാണ് നിലവിൽ ഉള്ള ആൾക്കാർ. പിന്നെ എൻ്റെ സുഹൃത്ത് നോബിളാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഒരു സിനിമ റിലീസാവാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ സമയങ്ങളിലൊക്കെ ഭയങ്കര സമ്മർദ്ദം ഉണ്ടാവാറുണ്ട്. ശരിക്കും ഈ സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങളിപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുന്നത്. ആ സമയത്ത് സമ്മർദ്ദത്തിനെ പറ്റിയിട്ട് ആലോചിക്കണ്ടല്ലോ. വിനീതൻ്റെ ആദ്യ സിനിമ സംസാരിക്കുന്ന വിഷയം ചിലപ്പോൾ അത് വളരെ ചെറിയൊരു വിഷയമായിരിക്കാം, അല്ലെങ്കിൽ പ്രണയം പോലെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള വിഷയങ്ങളായിരിക്കാം. പക്ഷേ അതിനകത്തേക്ക് വിനീത് ശ്രീനിവാസൻ്റെ ഒരു മ്യൂസിക്കൽ എലമെൻറ്റുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ആ സിനിമ എല്ലാവരുടെ ഹൃദയത്തിലേക്കും പെട്ടെന്ന് എത്തുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. എന്താണ് ഒരു മ്യൂസിക്കൽ എലമെൻറ്റ്, മ്യൂസിക് ഫാക്ടർ ഇൻ വിനീത് ശ്രീനിവാസൻ സിനിമാസ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ വാക്കിലത് പറയാം എങ്ങനെയാണ്. ഇപ്പോൾ തിര എന്ന് പറഞ്ഞ സിനിമ എൻ്റെ കസിൻ ബ്രദർ എഴുതിയിട്ട് ഞാൻ ചെയ്ത സിനിമയാണ്. അതൊഴിച്ച് ബാക്കി എല്ലാ സിനിമകളും ഞാൻ എഴുതിയിട്ടുള്ള സിനിമയാണ്. ഞാൻ എഴുതിയിട്ടുള്ള സിനിമകളെല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഹാർട്ട് ഫെൽട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ സിനിമകളെ പറ്റിയിട്ട് ആൾക്കാർക്ക് എന്ത് ക്രിറ്റിസിസം ഉണ്ടെങ്കിലും ആ സിനിമകളുടെ അകത്തൊക്കെ ഒരു സിൻസിയറായിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ടാവും. സിൻസിയറായിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി പറയാൻ നോക്കിയിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറീസേ പറഞ്ഞിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറീസാണ് ഈസിലി യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആവുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടൊരു സാധനം ഞാൻ ഡെലിവറി ചെയ്യാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ആ ഒരു റിസ്ക് എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ അതിനകത്തുള്ള സീനുകളിൽ കുഞ്ഞു 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 ട്വീക്സും അതിലെന്തെങ്കിലും പുതുമ കൊണ്ടുവരാനും അതിനെ ബ്യൂട്ടിഫുള്ളായിട്ട് മ്യൂസിക്കലി ക്യാരി ചെയ്യാനും അതിൻ്റെ സൗണ്ടിൻ്റെ ഒരു ടോട്ടൽ ഡിസൈൻ ഉണ്ടല്ലോ, പിന്നെ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എൻ്റെ ഒരു നോളജ് വെച്ചിട്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരുപിടി നല്ല ആക്ടേഴ്സിനെ എൻ്റെ സിനിമകളിൽ എപ്പോഴും കിട്ടിയിട്ടുണ്ട്. അവരുടെ നല്ല പെർഫോമൻസസ് എല്ലാ സിനിമകളിലും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സിനിമയുടെ റിസൾട്ട് പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വിശാഖും എല്ലാവരും കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. പക്ഷേ അതെന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ധ്യാൻ്റെ പെർഫോമൻസ്, അപ്പുവിൻ്റെ പെർഫോമൻസ്, ബേസിൽ, നിവിന്, അതിനകത്ത് വരുന്ന ആർട്ടിസ്റ്റ് എല്ലാവരും ആൾക്കാർക്ക് അവരുടെ സൈഡിൽ നിന്ന് ഒരു ഭയങ്കര രസമുള്ളൊരു പെർഫോമൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഡെഫിനറ്റ്ലി അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ അടുത്ത് ഞാൻ വാർത്തകളിലൊക്കെ കണ്ടിരുന്നു, ശ്രീനിവാസൻ സാറിന് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്, ഇപ്പോഴും സന്തോഷിപ്പിക്കുന്നത് പച്ചക്കറി കൃഷിയും കാര്യങ്ങളാണ്. ഇപ്പം ആരോഗ്യപരമായ കുറച്ച് പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അച്ഛൻ ഇപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഈ കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വിനീതേട്ടാ. അത് ആയിരിക്കണം. പക്ഷേ അച്ഛന് ഇപ്പം ഹെൽത്തിൻ്റെ ഡിഫിക്കൽട്ടീസ് ഉള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള സ്ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതെപ്പോഴും ഒരു റിലീഫാണല്ലോ. അച്ഛന് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് അതിൽ തീർച്ചയായിട്ടും ഒരു റിലീഫ് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. നിങ്ങൾ ഒരുമിച്ച് സിനിമകൾ, സൗഹൃദത്തിൽ നിന്ന് തന്നെയാണ് സിനിമകൾ ഉണ്ടാവുന്നത്. പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പിനപ്പുറം നിങ്ങളിങ്ങനെ അടുപ്പിച്ച് നിർത്തുന്ന ഘടകം എന്താ? ട്രസ്റ്റ് തന്നെ. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിനീതിൻ്റെ കഴിഞ്ഞ പടം ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ട് എന്ന രീതിയിലാണ് ആദ്യം അപ്രോച്ച് ചെയ്തത്. ഇപ്പം ആസ് എ ഫിലിം മേക്കർ എന്താണ് വിനീത് എന്നുള്ള ഒരു ഐഡിയ എനിക്കറിയാം. അതായത് വിനീതിൻ്റെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് എക്സാക്ട്ലി നല്ല രീതിയിൽ അത് ഇപ്പോൾ ഒരു പടം ചെയ്യുമ്പം ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ ഒരു ബന്ധം ഉണ്ടല്ലോ, അതേപോലെ ആയിരിക്കും ഡയറക്ടർ പ്രൊഡ്യൂസർ. കാരണം ഒരു ട്രസ്റ്റ് ഫാക്ടർ ഇല്ലെങ്കിൽ സിനിമ ഏത് ലെവലിൽ വേണമെങ്കിലും പോവാം. അപ്പം ട്രസ്റ്റ് ഫാക്ടർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ എനിക്കിപ്പം വിനീതിൻ്റെ ഉണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ സിനിമയും കഴിഞ്ഞു. ഇപ്പം എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പം എന്ത് വേണമെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഇതുപോലെ ഇപ്പം ലാസ്റ്റ് വീക്ക് ഞാൻ പടം കണ്ടല്ലോ, പടം കണ്ടിട്ട് ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ വിനീത് ചോദിച്ചാൽ നിനക്ക് എന്തെങ്കിലും ഇതിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും തോന്നിയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. അപ്പോൾ വിനീത് അത് ആലോചിച്ചത് കൺസിഡർ ചെയ്തിട്ട് വിനീത് അത് അങ്ങനെ ചെയ്തു. അപ്പം അങ്ങനെ എടുക്കണം എന്ന് പോലും ഇല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പീനിയൻസ് പറയാറുണ്ട്. വേണ്ട ഒപ്പീനിയൻസ് എടുക്കാറുണ്ട്, അല്ലാത്ത ഒപ്പീനിയൻസ് എടുക്കാറുമില്ല.
അപ്പം അതിലാരും നമ്മൾ അയ്യോ ഇത് എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒഫൻഡഡ് ആവാറില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഉണ്ട്, ഫ്രണ്ട്സാണ്, അതുകൊണ്ട് അങ്ങനെ പോകുന്നു. ഈ സിനിമേൻ്റെ ട്രെയിലറിൻ്റെ ഭാഗത്ത് നിവിൻപോളി പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഇങ്ങനെ ഗ്രൂപ്പിസം, നെപ്പോട്ടിസം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും. നിങ്ങൾ ഇൻ്റർവ്യൂകളിലും പലപ്പോഴും ഈ നെപ്പോട്ടിസത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും ഇപ്പോഴും മലയാള സിനിമയിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ ഈ ഗ്രൂപ്പിസവും നെപ്പോട്ടിസവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ? ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ, സത്യസന്ധമായിട്ട് പറയണം, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സിനിമയിൽ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. തീരെ പരിചയമില്ലാത്ത ഒരാൾ, അതുപോലെ നമ്മൾ പുറത്തുനിന്ന് കേൾക്കുമല്ലോ, ഇയാൾ ചിലപ്പോൾ സമയത്ത് വരില്ല, ഇയാൾ പെട്ടെന്ന് ചൂടായിട്ട് ഒരു 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 അറ്റ്മോസ്ഫിയർ ചിലപ്പോൾ അങ്ങനെ നമ്മൾ കേൾക്കുന്ന ആളുകളെ വിളിക്കാൻ നമുക്കൊരു മടിയുണ്ടാവും. അതർവൈസ് നമ്മളെപ്പോഴും നല്ല ആക്ടേഴ്സിനെയാണ് നോക്കുന്നത്. അയാൾ നല്ല നടനാണോ, അയാൾ പ്രൊഫഷണലാണോ, ഈ 2 ഫാക്ടേഴ്സ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ വിളിക്കുന്നതിൻ്റെ കാര്യം തന്നെ, അവർ വരുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, അവർ വരുമ്പോൾ നമ്മുടെ കൂടെ നിന്നോളും, മോർണിംഗ് ലൈറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ അവർ വന്നോളും. അപ്പോൾ സൗഹൃദത്തിന് പോലും നമ്മൾ പ്രൊഫഷണലിസമാണ് ഫസ്റ്റ് വെക്കുന്ന മാനദണ്ഡം. അതല്ലെങ്കിൽ സുഹൃത്താന്ന് പറഞ്ഞതുകൊണ്ട് ഒരാളെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് ടാലൻ്റ് ഇല്ലെങ്കിലോ, അയാൾക്ക് ആ റോള് പുള്ള് ചെയ്യാൻ പറ്റില്ലെങ്കിലോ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കി എല്ലാ ഫാക്ടേഴ്സും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മലയാള സിനിമയിൽ മറ്റുള്ളവർ ചെയ്യുന്ന സിനിമകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരുവിധം ഡയറക്ടേഴ്സൊക്കെ കാസ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഒരു മിസ്കാസ്റ്റ് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഡയറക്ടറിൻ്റെയും പടത്തിലുണ്ടാവില്ല. പണ്ട് റെക്കമെൻഡ് ചെയ്തിട്ട് ആൾക്കാർ വന്ന് അഭിനയിക്കും, ഇത് അനിയൻ്റെ മോനാണ്, ഇത് ഇന്നയാളാണ്, ഇയാൾ ഇന്നൊരാളാണ്, ഇയാൾക്കൊരു വേഷം കൊടുക്കണം. വിശാഖ് ഒരാളുടെ കാര്യം എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉള്ള ഡയറക്ടേഴ്സ് ആരും അത്തരം കാസ്റ്റിങ്ങുകൾ നടത്താറുമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഓരോ റോളിൽ വരുന്ന ആൾക്കാർ, അതിപ്പോൾ മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ സിനിമയിലായിക്കോട്ടെ, ദിലീഷ് പോത്തൻ്റെ സിനിമയിലായിക്കോട്ടെ, LJPയുടെ സിനിമയിലായിക്കോട്ടെ, നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സ് ഇവരെ എല്ലാ ഫിലിം മേക്കേഴ്സിൻ്റെയും ഇപ്പോൾ ഉള്ള ക്രോപ്പ് ഓഫ് ഫിലിം മേക്കേഴ്സിൻ്റെ പടത്തിൽ നമുക്ക് ആ ക്യാരക്ടറിന് കറക്റ്റായിട്ട് തോന്നുന്നില്ലേ? അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. അപ്പോൾ ബാക്കിയുള്ള ഇസംസൊക്കെ മാറ്റിയിട്ട് പ്രൊഫഷണലിസം എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നല്ല സിനിമകളെ എപ്പോഴും എല്ലാ കാലത്തും മലയാളികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2024 ഒരു ബെസ്റ്റ് തുടക്കം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം പ്രേമലു വലിയ ഹിറ്റാവുന്നു, ബ്രഹ്മയുഗം വലിയ ഹിറ്റാവുന്നു, മഞ്ഞുമൽ ബോയ്സ് വരുന്നു, ഇപ്പോൾ ആടുജീവിതം ഒരു ഗംഭീര സിനിമയായി മുന്നോട്ട് പോകുന്നു. ഈ സിനിമകളുടെയൊക്കെ സക്സസ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒന്നൊരു സിനിമയായിട്ട് വരുമ്പോൾ അത് നിങ്ങളെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമല്ലേ? 100%. അതിപ്പോൾ ഇന്നലെ നമ്മുടെ ഇൻ്റർവ്യൂസ് ഇവിടെ നടക്കുന്ന സമയത്ത് എനിക്ക് ചെന്നൈയിൽ നിന്ന് കോൾസ് വരുന്നുണ്ട്, ഇൻ്റർവ്യൂസിന് വിളിച്ചുകൊണ്ട്. പടം റിലീസിന് മുമ്പ് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഹൃദയമൊക്കെ കഴിഞ്ഞിട്ട് പടം കണ്ട് പടം അവിടെ നന്നായിട്ട് ഓടിയതിന് ശേഷം അവർ വിളിച്ച് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഒരു പടം റിലീസാവുന്നതിന് മുമ്പ് ഇത്രയും ചാനൽസ് തമിഴ്നാട്ടിൽ നിന്ന് നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. മുംബൈയിൽ നിന്ന് വിളി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയെ അവർ ഇത്രയും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ എക്സ്പീരിയൻസ്. മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് ഇങ്ങനെയുള്ള വിളികൾ ഇൻ അഡ്വാൻസ് നമ്മൾ അങ്ങോട്ട് പോകാതെ. വിശാഖിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിരുന്നു നമുക്ക് പുറത്ത് മാർക്കറ്റ് ചെയ്യണോ? അപ്പോൾ വിശാഖ് പറഞ്ഞു വേണ്ട വിനീതേ, പടം ഇറങ്ങട്ടെ, അവർ വിളിക്കും, അപ്പം നമുക്ക് പോവാം. നമ്മൾ ആദ്യമേ പോയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. പടം ഇറങ്ങി പടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം അവർ വിളിക്കും. ഇത് പടം ഇറങ്ങുന്നതിന് മുമ്പ് അവർ വിളിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഇന്നലെ വിശാഖിനോട് ചോദിച്ചു, വിശാഖ് എന്താ ചെയ്യേണ്ടത്, കൊടുക്കണമെന്ന് ചോദിച്ചു. വിശാഖ് പറഞ്ഞു കൊടുത്തോ, അവരങ്ങോട്ട് വിളിക്കുന്നതല്ലേ, ചെന്നൈയിലും ബോംബെയിലും ഒക്കെ പോയിക്കാന്ന് പറഞ്ഞു. പൃഥ്വിരാജ് എന്ന വ്യക്തി ഇപ്പോൾ ആടുജീവിതത്തിലൂടെയൊക്കെ ശരിക്കും ഒരു വലിയ ചേഞ്ച് തന്നെയാണ് മലയാള സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. എങ്ങനെ അതിനെ നോക്കിക്കാണുന്നത്? പൃഥ്വിരാജ് എന്ന വ്യക്തി ഉണ്ടാക്കുന്ന വലിയ ഇമ്പാക്റ്റുകൾ, ചേഞ്ചുകൾ എന്തൊക്കെയാണെന്ന് വിനീതേട്ടന് തോന്നിയിട്ട്? തീർച്ചയായിട്ടും ആ സിനിമ രാജു ചെയ്തതും, രാജു അങ്ങനൊരു, ഞാൻ പറയുന്നത് ആസ് ആൻ ആക്ടർ മാത്രമല്ല, രാജു എന്ന് പറയുന്ന ആൾ ആസ് ആൻ ആക്ടർ മാത്രമല്ല നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. രാജു എന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. രാജുവിനൊരു സിനിമയായിട്ട് ഇന്ത്യ മുഴുവൻ അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. രാജു നമ്മുടെ ടോർച്ച് ബെയറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. രാജു ആ ടോർച്ചുമായിട്ട് മുന്നിൽ പോയി കഴിഞ്ഞാൽ അതുപോലെയുള്ള ടോർച്ചുമായിട്ട് പിന്നാലെ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. ഒരു ലീഡറാണ് രാജു. വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ വരികയാണ്. വലിയ മാറ്റങ്ങൾ, ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ അതിൽ നിന്നൊക്കെയുള്ള ഒരു വലിയ മാറ്റങ്ങൾ ഈ ഇലക്ഷനുകളിലൂടെയൊക്കെ സംഭവിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. എന്താണ് അക്കാര്യത്തിലുള്ള ഒരു വിനീതേട്ടൻ്റെ നിലപാടുകൾ? വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ഇപ്പം എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും. ബട്ട് 5 to 8 years ഡൗൺ ദ ലൈൻ കാര്യങ്ങൾ മാറാം.
മാറുന്ന രീതിയിൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ചില സൂചനകൾ അതിൻ്റെത് കാണുന്നുണ്ട്. ആ സൂചന വലിയൊരു എക്സ്പ്ലോഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറാം. ഈ ഇലക്ഷനിൽ കാര്യങ്ങൾ കാര്യമായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വർഷങ്ങൾക്ക് ശേഷം ഒരു മികച്ച സിനിമയാവെന്ന് ഉറപ്പിക്കുകയാണ്. അത് ഒരുപാട് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കട്ടെ, ഒരുപാട് മുന്നോട്ട് പോകട്ടെ. സിനിമയെക്കുറിച്ച് വലിയ ചർച്ചകൾ തന്നെ ഉണ്ടാവട്ടെ. ഒരുപാട് സന്തോഷം. വീണ്ടും കണ്ടു. താങ്ക് യു സോ മച്ച്.